ഗൈസ് ഞാൻ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിനടുത്തൊരു ചെലവൂർ പോകുന്ന ഒരു ഹൈവേ എന്ന സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. ഒരു നിരപ്പായ വഴി ആയതുകൊണ്ട് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ വിചാരിച്ച് ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. ബാഗ് അങ്ങനെ വെയിറ്റ് അറിയുന്നില്ല, 11 കിലോ ഉണ്ടെങ്കിലും ഇതിൻ്റെ എന്താ പറയുക ബാക്ക് സപ്പോർട്ടിങ് സംഭവമൊക്കെ കാരണം പൈസയ്ക്കാണ് ലിഫ്റ്റ് കിട്ടി. അബ്ജിത്തിന് പറഞ്ഞൊരു ഏട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നെ. വെള്ളിമാടുന്ന് വയനാട് വരെ പോകുന്നുണ്ട് വണ്ടി. ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാം. ഗൈസ് നമ്മളങ്ങനെ വയനാട് എത്തി. വയനാട് ഏറ്റവും ടോപ്പത്തെ ചുരത്തിലാണ്. അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ചൂടിന് വലിയ കുറവൊന്നുമില്ല. ഗൈസ് നമുക്ക് ഞാൻ വയനാട് എത്തി. ആ ജീപ്പിൽ കയറിയിട്ട് അപ്പോൾ ആ വൈത്തിരി എത്തി. വൈത്തിരിയിൽ നിന്നൊരു ലോറി കിട്ടി. ഈ ലോറി മൈസൂർ കയറിയിട്ട് ഇതാണ് പയ്യ മൈസൂർ വരെ ഇപ്പോൾ ഇതിൽ പോവാം. ഗൈസ് നമ്മളങ്ങനെ കേരള കർണാടക ബോർഡർ എത്തി. ഇതിപ്പോൾ മുത്തങ്ങ ആനയെ പുലി എന്തോ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. ഭാഗ്യമുണ്ട് ആനയെ പുലിനെ. ആനനെ ഈ വഴിയിൽ സാധാരണ പോലെ കാണാറില്ല, പുലിനെയാണ് കാണാൻ പാട്. ആനയും പുലിയൊന്നുമല്ല. ഞാൻ വിചാരിച്ച് ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആനയും പുലിയാന്ന് വെച്ചാൽ ഇതാണ് എന്താ ബോർഡർ ചെക്കിങ്ങാണ്. കേരള തമിഴ്നാട് ബോർഡർ ഇതാണ് ശരിക്കും. അപ്പോൾ അവിടുത്തെ പോലീസൊക്കെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതാ ഗുണ്ടൽപേട്ട കഴിഞ്ഞ് ഏതൊരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ പോണ ലോറി ഇതാണ്. ഈ പുള്ളിക്കാരൻ ബാംഗ്ലൂർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ചിലപ്പം ബാംഗ്ലൂർ ഇറങ്ങും, അല്ലെങ്കിൽ മൈസൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടോ വല്ല ബാംഗ്ലൂരിനെ പോകും. ഞാനിപ്പോൾ ആ മൈസൂർ എത്തി ലിഫ്റ്റ് അടിച്ച് വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൈസൂർ പാലസ് അടുത്ത് തന്നെ ഇറക്കി വിട്ടെ. അപ്പോൾ പാലസ് കാണാൻ വിചാരിച്ചു. ഇവിടെ കയറാൻ പൈസ വേണ്ട, പാലസിൻ്റെ അകത്ത് കയറാനാണ് പൈസ വേണ്ടത്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പോയി നോക്കാൻ പറ്റുന്നു. പാലസിനോട് എന്തോ ഒരു ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു. നല്ല ആളും തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. മൈസൂർ ഡബിൾ ഡക്കർ ബസ്സിന് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. മൈസൂരിന് ബാംഗ്ലൂരിലോട്ട് ലിഫ്റ്റ് അടിക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് നിർത്തി തന്നിട്ട് പറഞ്ഞ് ഒന്ന് ബസ്സിന് പോയിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ബസ്സൊന്നും വേണ്ട, ലിഫ്റ്റ് അടിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. പൈസ ഇല്ലാത്ത ഞാൻ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് വേണ്ട കുഴപ്പമില്ല, ഞാൻ ഇതാക്കി പോക്കളാം എന്നാൽ പറഞ്ഞാൽ ഫുഡ് കഴിച്ചു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തരാം പുള്ളി. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടുത്തെ. ചിക്കനല്ല എഗ്ഗ്. ഈ ഏട്ടനാണ് മേടിച്ചത്. വാട്ട്സ് യുവർ നെയിം വൺസ് അഗൈൻ? കാമ്രാൻ ഖാൻ. ബാംഗ്ലൂർ ഹൈവേ തുടങ്ങുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് 145 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെന്ന് അറിയില്ല. ഇവിടുന്ന് ഇപ്പോൾ ഒരു ബസ്സുകാരൻ ചോദിച്ചു വരുന്നുണ്ടോ, 300 രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇനി നോക്കണം. 145 കിലോമീറ്റർ ഉണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു ഒരൊറ്റ ബസ്സിൽ തന്നെ. ഞാൻ ഇപ്പോൾ കൈ കാണിച്ചപ്പോൾ നിർത്തിയ വണ്ടി ആട്ടത് ചോദിച്ചോക്കട്ടെ. ഞാൻ ഒരു വണ്ടി കാണിച്ചില്ല, വലിയ വണ്ടി. ആ വലിയ വണ്ടി നിർത്തി. ഒരു രണ്ടുപേരും തമിഴ് പയ്യന്മാരാണ്. അണ്ണാ ഉങ്ക പേര്? കലയറത്തൻ. അണ്ണാ ഉങ്ക പേര്? അപ്പൊ ഇവർ രണ്ടുപേരും തഞ്ചാവൂർ ഊരില്ലേ? അപ്പൊ തഞ്ചാവൂരാണ് ഊര്. അപ്പൊ ബാംഗ്ലൂർ വരെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഇവർ രണ്ടുപേരും ഇവരെ വണ്ടി കാണണം. കിട്ടുന്ന വണ്ടിയാണ്. പക്ഷെ കൂടി കാണണമെന്ന് അറിയില്ല. വലിയ കണ്ടെയ്നർ പോലത്തെ വലിയ വണ്ടി. അത് നല്ല രസമുണ്ട്. ഇവർ രണ്ട് നല്ല കമ്പനിയൊക്കെയാണ്. തമിഴായോണ്ടെങ്കിൽ തമിഴ് നന്നായി അറിയുന്നതുകൊണ്ട് സംസാരിച്ച് കമ്പനി ആയിട്ടൊക്കെ പോകുന്നത്. ഗൈസ് ഞാൻ ബാംഗ്ലൂർ എത്താനായി. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ടോളിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതായിരുന്നു. ടോൾ കഴിഞ്ഞ് ഞാൻ വന്ന വണ്ടി ഇതായിരുന്നു. നമുക്ക് ഇതാണ് നമ്മുടെ അണ്ണന്മാർ രണ്ടുപേര് ചായ പിടിക്കാൻ നിർത്തിയതാണ്. ഇവിടുന്ന് ഞാൻ 30-25 കിലോമീറ്റർ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ഇത്ര നേരം വണ്ടിയിലൊക്കെ. നമ്മുടെ കലാപ്പാണിയുടെ പാട്ടൊക്കെ കേട്ട് ഈസി കേട്ട് ബസ്സിൽ പോയപ്പോഴും കിട്ടില്ല ഇത്രയും ഫീലും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിലത്തെ ടീയാണിത്. ബാംഗ്ലൂർ എത്തിയില്ല, എത്തുന്നതിന് മുമ്പത്തെ ടീ എണ്ണം മേടിച്ചെന്ന നമ്മുടെ ലോറി ഇതാ അതിൻ്റെ ബാക്കിലുണ്ട്. നമ്മളങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിലെത്തി. ഫസ്റ്റ് ഇതൊരു മെട്രോ സ്റ്റേഷനാണ്, ചല്ലഘട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു.
പ്രയോഗം തന്നെയാണ്. അങ്ങനെ അവർ പോയി. ഇവർ ഇനി ഇത് പന്നാർക്കട്ട ഹൊസൂർ ആ ഭാഗത്തോട്ടാ. എനിക്ക് പോകേണ്ടത് KR Pur അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് പോയാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി മെട്രോയിൽ കയറാൻ. കാരണം സമയം ഇപ്പോൾ 9:45 സംതിങ് ആയി. ഇനിയിപ്പോൾ ലിഫ്റ്റ് അടിക്കൽ സേഫ് അല്ല, കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ മെട്രോ കയറി KR Pur ഇറങ്ങും. മെട്രോ സ്റ്റേഷനിൽ കയറി. കെങ്കേരി മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഇനി 30 കിലോമീറ്റർ ഉണ്ട് KR Purത്തേക്ക്. 80 രൂപയായി ടിക്കറ്റ്. ഇത്ര നേരം ചിലവാക്കുന്ന ഫസ്റ്റ് പൈസ 80 രൂപയാണ്. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റുമാണ്, ഫസ്റ്റ് ട്രെയിനിൽ നിന്ന് മാറി കയറണ്ട. ഗൈസ്, ഇവിടുന്ന് ഇനി 30 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് KR Purത്തേക്ക്.